ഹായ്, ഇന്ന് നമുക്ക് ചെറുപയർ എങ്ങനെ മുളപ്പിക്കാമെന്ന് നോക്കാം. ചെറുപയർ ആവശ്യത്തിന് എടുത്തിട്ട് അത് നല്ലപോലെ വാഷ് ചെയ്ത് ഒരു വെള്ളത്തിൽ 8 അവേഴ്സ് മൂടി വയ്ക്കുക. 8 അവേഴ്സ് മൂടി വെച്ചതിന് ശേഷം അത് നല്ലപോലെ ഇപ്പോൾ 8 അവേഴ്സ് ആയിട്ടുണ്ട്. അത് നല്ലപോലെ ഡ്രെയിൻ ചെയ്ത് ഒരു കുറച്ച് വെള്ളം നിൽക്കാൻ പാകത്തിന്, ഒത്തിരി ഡ്രൈ ആക്കണ്ട, ഒരു 5 മിനിറ്റ് ഡ്രെയിൻ ചെയ്താൽ മതി. അതിന് ശേഷം അത് നമുക്കൊരു മൂടിയുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതൊരു 12 അവേഴ്സ് മൂടി വച്ചതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുകയാണെങ്കിൽ മൂടി വെച്ചതിന് ശേഷം നമുക്കത് തുറന്ന് നോക്കുകയാണെങ്കിൽ അതിന് ചെറിയ രീതിയിൽ മുള വന്നിട്ടുണ്ടാവും. ഇത് നമ്മൾ കൂടുതൽ വെക്കുന്തോറും അത് മുള കൂടി വരികയാണുള്ളൂ. ഇത് നമുക്ക് തോരനുണ്ടാക്കാനും കുട്ടികൾക്ക് കൊടുക്കാനെല്ലാം നല്ലതാണ്. ഹായ്, ഇന്ന് നമുക്ക് ചെറുപയർ എങ്ങനെ മുളപ്പിക്കാമെന്ന് നോക്കാം. ചെറുപയർ ആവശ്യത്തിന് എടുത്തിട്ട് അത് നല്ലപോലെ വാഷ് ചെയ്ത് ഒരു വെള്ളത്തിൽ 8 അവേഴ്സ് മൂടി വയ്ക്കുക. 8 അവേഴ്സ് മൂടി വെച്ചതിന് ശേഷം അത് നല്ലപോലെ ഇപ്പോൾ 8 അവേഴ്സ് ആയിട്ടുണ്ട്. അത് നല്ലപോലെ ഡ്രെയിൻ ചെയ്ത് ഒരു കുറച്ച് വെള്ളം നിൽക്കാൻ പാകത്തിന്, ഒത്തിരി ഡ്രൈ ആക്കണ്ട, ഒരു 5 മിനിറ്റ് ഡ്രെയിൻ ചെയ്താൽ മതി. അതിന് ശേഷം അത് നമുക്കൊരു മൂടിയുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതൊരു 12 അവേഴ്സ് മൂടി വച്ചതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുകയാണെങ്കിൽ മൂടി വെച്ചതിന് ശേഷം നമുക്കത് തുറന്ന് നോക്കുകയാണെങ്കിൽ അതിന് ചെറിയ രീതിയിൽ മുള വന്നിട്ടുണ്ടാവും. ഇത് നമ്മൾ കൂടുതൽ വെക്കുന്തോറും അത് മുള കൂടി വരികയാണുള്ളൂ. ഇത് നമുക്ക് തോരനുണ്ടാക്കാനും കുട്ടികൾക്ക് കൊടുക്കാനെല്ലാം നല്ലതാണ്.